ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്വേർഡ് ആൻഡ് ഫെയറി 4ൻ്റെ 10th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ലിൻഷയുടെ ദേഹത്തുള്ള മിങ്ഷും ടിയാനും മാംഗ്ലിയും കൂടെ അവളുടെ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട് ഒരുപാട് മാറിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ അവളൊരു ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ട്. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഈ നാട്ടിലൊരു വലിയൊരാളുണ്ടായിരുന്നു. അയാൾ അവൾക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് പോലെ അവളും അവർക്കൊക്കെ ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും കാണില്ല, അവരൊന്നും കാണില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ പറയും ഒരുപാട് നാൾക്ക് മുന്നേ അല്ലേ എന്നൊക്കെ പറയും കേട്ടോ. ആ സമയത്ത് തന്നെ അവരുടെ അടുത്തൊരു ഭിക്ഷക്കാരനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് അവൾ പറഞ്ഞ ഒരു വലിയ ഉരുള മനുഷ്യൻ തന്നെയായിരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മിങ്ഷു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറ്റിയത്, നിങ്ങൾ ഭയങ്കര വയസ്സായി പോയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആ ഭിക്ഷക്കാരൻ പറയുന്നത് നമ്മൾ എനിക്ക് 70 വയസ്സായി, ഇപ്പം എനിക്ക് ആരും തന്നെ ഇല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ മിങ്ഷു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കുറച്ച് നാൾ മുന്നേ അല്ലേ ആക്കി ഞാൻ 60 വയസ്സിൻ്റെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവളിങ്ങനെ ആ ഭിക്ഷക്കാരനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് മിങ്ഷു എന്ന് പറഞ്ഞ ആളെ അറിയോ, പെൺകുട്ടി അറിയോ ചോദിക്കുമ്പോഴത്തേക്കും ആ ഭിക്ഷക്കാരൻ പറയുന്നുണ്ട് ആ മോളെ തങ്കമാർന്ന പെൺകുട്ടിയായിരുന്നു, പക്ഷേ ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും മരിച്ചു പോയപ്പോഴത്തേക്കും അവളും ബോധം കെട്ട് വീണതാണ്, പിന്നെ ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും മിങ്ഷുവിന് ഭയങ്കര സങ്കടം ഔട്ടോ. എന്നിട്ട് അവൾ മനസ്സിൽ വിചാരിക്കും അയ്യോ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു പോയോ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വിചാരിച്ച സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ടിയാൻ അവൻ്റെ കയ്യിലുള്ള വെള്ളി നിറത്തിലുള്ള പൈസകളൊക്കെ ഭിക്ഷക്കാരന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവിടെ ഒരു സ്വാമി ഇതെല്ലാം കാണാൻ നിൽക്കുന്നതും കാണിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് സീനെയാണ് കേട്ടോ. സീങ് ഈ മിങ്ഷുവിൻ്റെ ശരിക്കുള്ള ബോഡി കിടക്കുന്ന അവിടെ വന്നേക്കാണ്. ആ ടൈമിൽ അവിടെ ഒരു ഗാർഡിയൻ വന്നിട്ടുണ്ട്. നമ്മൾ സീന് പറയുന്നുണ്ട് ഇതുപോലെ മിങ്ഷുവിനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഗാർഡിയൻ അവനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സീങ് അവളുടെ ബോഡിയൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ആ ഗാർഡിയൻ ഇങ്ങനെ തല കുഞ്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, അവളൊന്നും ചെയ്യരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീൻ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലിൻഷേനെയും അതൊരു മാസ്ക് മാനെയാണ് കേട്ടോ. മാസ്ക് മാൻ ലിൻഷേൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പറയാണ് ടിയാനെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിൻഷയുടെ ശരീരത്തിലുള്ളത് മിങ്ഷുവിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ മിങ്ഷുവിന് മനസ്സിലാവും ലിൻഷൊക്കെ അളവ് പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മാംഗ്ലിയും കാണുന്നുണ്ടാവും. അങ്ങനെ ആ മാസ്ക് മാൻ അവിടെ നിന്ന് മാഞ്ഞു പോകുന്നുണ്ട്. ഇത് നമ്മുടെ ടിയാൻ മിങ്ഷുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് വാ നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ മൂന്നാളും കൂടി മിങ്ഷുവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ സീങ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. സീങ്ങിൻ്റെ കയ്യിലൊരു മന്ത്രക്കട്ട ഉണ്ടാവും. പറയുന്നുണ്ട് ഈ മന്ത്രക്കട്ട നോക്കും, ഇതിനകത്ത് ഉള്ള ശക്തിയാണ് ഇവരെ 9 വർഷമായിട്ട് മയക്കി കിടത്തിയിരിക്കുന്നത് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ ശക്തി അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്തേക്ക് നമ്മുടെ ലിൻഷു ബോധം കെട്ട് വീഴുന്നുണ്ട്. അവളെയും ആ മിങ്ഷുവിൻ്റെ ബോഡി കിടക്കുന്നിടത്ത് നമ്മുടെ ലിൻഷുവിനെയും കിടക്കുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ നമ്മൾ ടിയാൻ ഇങ്ങനെ വന്നിട്ട് പറയുന്നത് ലിൻഷ നീ പേടിക്കേണ്ട, ഞാൻ നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ള രീതിയിൽ അവളുടെ ആ ബോഡീൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ ടിയാൻ ഇങ്ങനെ പറയാൻ കേട്ടോ. നമ്മുടെ സീങ് പറയുന്നുണ്ട് ഈ മിങ്ഷുവിൻ്റെ ആ ഒരു കനവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോയേ പറ്റൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട് നിങ്ങൾ ഇവരെ നോക്കിക്കോളൂ, ഞാനും ടിയാനും കൂടി അവളുടെ കനവിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സീങ് ആണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രം ചൊല്ലിയിട്ട് ഇവർ രണ്ടാളെയും കൂടി നമ്മുടെ ലിൻഷയുടെ ആ ഒരു കനവിനുള്ളിലേക്ക് ഇവരെ കയറ്റി വിടാൻ കേട്ടോ. എന്നാലാണ് നമ്മുടെ ലിൻഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവരിങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലിൻഷൻ്റെ ശരീരം മാത്രമാണ് കേട്ടോ അവിടെ. ആ ടൈമിൽ നമ്മുടെ പെങ്കൊച്ച് എണീക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ടിയാനെ കാണുമ്പോഴത്തേക്കും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് എനിക്കൊരു കുഴപ്പമൊന്നുമില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിയാൻ ഞാൻ ചോദിക്കുന്നുണ്ട് നീ ശരിക്കുള്ള ലിൻഷൻ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ ചൂടാവുന്നുണ്ട്. നീ എന്തൊക്കെയാണ് പറയില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിൻഷ പറയും നീ ഒരു പൊട്ടറാ, നീ ആവശ്യമില്ലാതൊക്കെ പറയാമെന്ന് പറയുമ്പോഴത്തേക്കും മാംഗ്ലിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാംഗ്ലി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പറയും അപ്പോൾ നമുക്കിനി ഇതിന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു കനവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ മിങ്ഷുവിനെയാണ് കേട്ടോ. മിങ്ഷുവിന് അവളുടെ ശരീരത്തിന് ചെറുതായിട്ട് റിയാക്ഷനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളിനെ ആലോചിക്കുന്നുണ്ട് അവളുടെ അച്ഛനും അമ്മയും ഇല്ലാതായതും അതുപോലെ അവൾ കണ്ട കനവൊക്കെ അവൾ മനസ്സിലാക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള മനസ്സിലാക്കിയിട്ട് അവളിങ്ങനെ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. അവളുടെ പഴയൊരു കനവിലേക്ക് തന്നെയാണ് എണീറ്റ് വരുന്നത്. എണീറ്റ് വരുമ്പോഴത്തേക്കും തൊട്ടടുത്ത് അവളുടെ ഹസ്ബൻഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഹസ്ബൻഡിനെ അവൾ മുത്തൊക്കെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴാണ് എണീറ്റ്, എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞതൊക്കെ ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട് വാ നിന്നെ ഞാൻ ഫ്ലവേഴ്സൊക്കെ കാണിച്ച് തരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവളോട്. അപ്പോഴത്തേക്കും മിങ്ഷു പറയുന്നുണ്ട് ഇന്നലെ ഞാൻ ഫ്ലവേഴ്സ് കണ്ടേ, ഇന്ന് വേറെ ഫ്ലവേഴ്സാണോ ചോദിക്കുമ്പോഴത്തേക്ക് അയാൾ പറയും ഞാൻ ഇന്ന് വേറെ ഫ്ലവേഴ്സ് കാണിച്ചിട്ട് എന്നിട്ട് അവിടെ പോകുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ അവിടെ വേലക്കാരികൾ വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇന്നും നിങ്ങൾ സ്വപ്നം കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ പറയും അവളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ടു. അപ്പോഴത്തേക്ക് വേലക്കാരികൾ പറയുന്നുണ്ട് അത് സാരില്ല, അത് ശരിയായിക്കോളും എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ദേഷ്യം വരും കേട്ടോ. ടൈമിൽ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം ആ പൂജാരി കൊടുത്ത ഒരു സ്റ്റിക്ക് ഉണ്ടാവില്ല, ആ സ്റ്റിക്ക് എടുത്തിട്ട് പറയും ഇതൊക്കെ വെറുതെ എന്നുള്ള രീതിയിൽ എനിക്കിനി അയാളുടെ അടുത്ത് കാണാൻ പോകുന്നു പറഞ്ഞിട്ട് നമ്മുടെ പൂജാരിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പൂജാരി അവിടെ ചോദിക്കുമ്പോഴത്തേക്കും
അവരിങ്ങനെ പറയും നിങ്ങൾ പ്രെയർ ചെയ്തതിന് ശേഷം നമുക്ക് കാണാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവളിങ്ങനെ ആലോചിക്കുന്നത്, അതായത് ഇവള് ലിൻഷൻ്റെ ശരീരത്തിലായിരുന്ന സമയത്ത് ഇവളെ ഫോളോ ചെയ്തൊരു പൂജാരി ഉണ്ടാവും. ആ പൂജാരി തന്നെയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അയാളെ കണ്ടുപിടിക്കുന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്കും അയാൾ അവിടെ വന്നിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെ അയാൾക്ക് പെട്ടെന്ന് ആരിൽ നിന്നൊക്കെയോ ആക്രമണം ഇട്ടിട്ട് താഴെ വീഴുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ ടിയാനും ലിൻഷയും ആംഗ്ലിയും കൂടി അവിടേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരോടും പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു ഹെൽപ്പ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള എല്ലാവരും ഇവരുടെ അടുത്തേക്ക് വരികയാണ്. എന്തോ അവർക്ക് എന്തൊക്കെയോ പറ്റിയ പോലെ ആയിരിക്കട്ടെ ഇവർ വരുന്നുണ്ടാവുക. ആ സമയത്തിന് നമ്മുടെ സീൻ കാണുന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെ ശരീരത്തിന് വേണ്ടിയിട്ട് അവരുടെ ഓർമ്മ തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ടാവും. അപ്പോൾ അവന് മനസ്സിലാവും ഒരു മാറ്റം ഉണ്ടാവില്ല. സമയത്ത് ഇതിനേക്കാളും കൂടുതൽ പവർ വേണമെന്ന് മനസ്സിലാവും. ആ സമയത്ത് തന്നെ ഒരു ഗാർഡിയൻ വരുന്നുണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട് എന്താ സംഭവം ചോദിക്കുമ്പോൾ നമ്മുടെ സീൻ പറയും ഞാനിവിടെ വലിയൊരു പണിയിൽ തന്നെയാണ്, അപ്പോൾ നിങ്ങൾ ഇവിടെ ആരേക്കും കടത്തി വിടരുത്, നിങ്ങൾ ഇങ്ങോട്ട് വരരുതെന്ന് പറയുമ്പോഴത്തേക്കും ആ ഗാർഡിയൻ അയാളുടെ കയ്യിലുള്ള പവർ ഉപയോഗിച്ചിട്ട് നമ്മുടെ സീങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പോയിരിക്കണം. അപ്പോൾ സീങ് അവൻ്റെ പവർ ഉപയോഗിച്ചിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ രൂപം മാറും കേട്ടോ. നമ്മുടെ മിങ്ഷേൻ്റെ ആ ഒരു കനവിലുണ്ടായിരുന്ന ആ പുരുഷനുണ്ടാവില്ല, അയാളുടെ രൂപത്തിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ സീൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് മിങ്ഷേൻ്റെ പുരുഷനല്ലേ, നിങ്ങളെന്താ ഇവിടെ ഗാർഡിയനായിട്ട് വന്നേന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട് ഞാൻ എല്ലായിടത്തും തന്നെ ഉണ്ടെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ മിങ്ഷേൻ്റെ കനവിലുള്ളിലായിട്ട് നമ്മുടെ ടിയാനും ലിൻഷയും മാംഗ്ലിയും ഉണ്ട് കേട്ടോ. അവിടെ ഒരാളെ കാണിക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് അവരൊക്കെ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കാണ് പറയുന്നുണ്ട് നിനക്ക് ഇനി ആരിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല, ഇവരാരും നിന്നെ സഹായിക്കില്ല, ഇവരുടെ എല്ലാവരുടെയും ചെവി എൻ്റെ ചെവിയാണ്, അതുപോലെ ഇവർ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് ഒരേപോലെയാണ്, ഇവരാരും നിന്നെ രക്ഷിക്കില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നില്ല ഞാൻ നിന്നെ വെറുതെ വിടില്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അയാളിങ്ങനെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നതൊക്കെ ഞാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയുന്നുണ്ട് നീയാണല്ലേ മിങ്ഷൻ്റെ അച്ഛനും അമ്മയും കൊലപ്പെടുത്തിയെന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട് കേട്ടോ അയാൾ തന്നെയാണ് അവളുടെ അച്ഛനും അമ്മയും കൊന്നത്, പക്ഷെ അത് മിങ്ഷയ്ക്ക് അറിയില്ലെന്നും എന്താണ് മിങ്ഷനും കല്യാണം കഴിച്ചോട്ടെ എന്ന് അവളുടെ അച്ഛനോടും അമ്മയും ചോദിച്ചപ്പോഴത്തേക്കും അവളുടെ അച്ഛനും അമ്മയും വേറൊരു പുരുഷനെ അവൾക്ക് വേണ്ടി ആലോചിച്ചു. അപ്പോൾ അത് അവനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് അവൻ അവളുടെ അച്ഛനെയും അമ്മയും കൊന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവളറിയാതെ അവളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോയി അവളെ ഞാൻ കല്യാണം കഴിച്ചു ജീവിപ്പിച്ചതെന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലിൻഷ പറയുന്നുണ്ട് നീ എന്ത് ദ്രോഹിയാണെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ എന്താണ് ടിയാനും ലിൻഷയും ആംഗ്ലിയും കൂടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവനൊന്നും സാധിക്കുന്നുണ്ടാവില്ല. നമ്മുടെ ശരിക്കുള്ള ടിയാൻ്റെ ശക്തിയൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരിക്കുള്ള ടിയാൻ്റെ ആ വായിൽ നിന്ന് രക്തം വരുന്നുണ്ടാവും. അതുപോലെ നമ്മുടെ മാംഗ്ലീനെ ഇങ്ങനെ മ്യൂസിക് ചെല്ലുന്ന മാംഗ്ലിൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്തം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം സീന് മനസ്സിലാവും. സീനിൻ്റെ മാക്സിമം മന്ത്രം ഉപയോഗിച്ചിട്ട് അതിൽ നിന്നൊക്കെ രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ട്. നമ്മുടെ സീൻ ആണെങ്കിൽ ഒരു കൈ ഉപയോഗിച്ചിട്ട് ആ മറ്റേ പുരുഷനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് ഒരു ശക്തി ഉപയോഗിച്ചിട്ട് ഇവർക്ക് രണ്ടാർക്കും മാക്സിമം മന്ത്രം കൊടുക്കുന്നുണ്ട് കേട്ടോ, പവർ കൊടുക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ടിയാനെയാണ്. ടിയാൻ്റെ ആ ഒരു കനവിലുള്ള ടിയാൻ്റെ എല്ലാ ശക്തിയും പോയിട്ട് അവനെ മരിച്ചു വീഴുന്നില്ല കാണിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ മിങ്ഷ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആ ഒരു പുരുഷൻ ചോദിക്കുന്നുണ്ട് എന്താ നീ എണീറ്റ് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവളെന്നെ പറയുന്നുണ്ട് ഞാൻ എണീറ്റ് വന്നു. എന്നിട്ട് ആ ഒരു സ്റ്റിക്ക് കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് വെച്ചിട്ടല്ലേ നിങ്ങൾ ഇത്രയും കാലം എന്നോട് കളവ് പറഞ്ഞത്, ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും കാലം എന്നൊരു കനവിലേക്ക് കൊണ്ടുപോയത്, ഇനി നിങ്ങൾക്കത് സാധിക്കില്ല, നിങ്ങൾ ഇത്രയും കാലം എന്നൊരു ബൊമ്മ പോലെ യൂസ് ചെയ്തു, പക്ഷേ ഇനി അതിന് സാധിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ ദേഷ്യപ്പെടുന്നു കേട്ടോ കാണിക്കുന്നു. അപ്പോഴത്തേക്ക് ആ പുരുഷൻ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിനക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്ന റിയൽ ആയിട്ടുള്ള ഇവരെയാണ് കേട്ടോ. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ബോഡിയൊക്കെ ഭയങ്കര വീക്ക് ആവുന്നുണ്ട്. ആ സമയത്ത് തന്നെ റിയൽ ആയിട്ടുള്ള പുരുഷനോട് പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ കനവ് ഉലകത്തെ നിങ്ങൾ നശിപ്പിക്കാൻ നോക്കുകയാണല്ലേ, നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ എന്നെ സീനോട് പറയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ തന്നെ പുറത്ത് നമ്മുടെ സീങ്ങിൻ്റെ ജൂനിയേഴ്സ് വന്നിട്ടുണ്ടാവും കേട്ടോ. അവരിനെ അങ്കിൾ എന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീങ് അപ്പോൾ അവൻ്റെ പവർ ഉപയോഗിച്ചിട്ട് അവനെ അടിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ആ ജൂനിയേഴ്സും ആ ഒരു പുരുഷനെ എന്താണ് ഫൈറ്റ് ചെയ്തിട്ട് എന്താണ് കത്തി വെച്ച് കുത്തിയിട്ട് അവൻ്റെ ആ ഒരു എനർജി ഇല്ലാതാക്കുന്നുണ്ട് കേട്ടോ. ഇതിനെ കാണിക്കുന്നത് അവൻ്റെ കനവ് ഉലകത്തെയാണ്. ആ സമയത്ത് അവൻ്റെ ആ ഒരു ബോഡിയും അതിനായിട്ട് വീക്ക് ആവുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവനിങ്ങനെ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാലവും നിന്നെ ഇങ്ങനെ ആക്കിയത്, എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മിങ്ഷ അവളുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് എന്നെ കഴുത്തിൽ വെച്ചിട്ട് പറയും നീ ഇപ്പം തന്നെ ഈ ഒരു ഉലകത്തിൽ നിന്ന് പോയേ പറ്റുള്ളൂ, എന്നാലും നിനക്ക് എന്നെ സ്വന്തമാക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇല്ലാതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ പുരുഷൻ പറഞ്ഞില്ല ഞാൻ നിങ്ങളെല്ലാവരും ഈ കലകൂലകത്തിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷനെ കാണിക്കുന്നുണ്ട്. ലിങ്ഷ അവളുടെ ബോധം തിരിച്ചു വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ടിയാനെ കാണിക്കുന്നുണ്ട്. അവൻ ഓക്കെ ആവുന്നുണ്ട്. അവൻ എല്ലാവരും തന്നെ ഓക്കെ ആയി മാറുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവർ മൂന്നാളും കൂടി നമ്മുടെ സീനെ നോക്കാൻ വേണ്ടി പോകുന്നുണ്ട്. സീനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓക്കെ അല്ലേ ചോദിക്കുമ്പോഴത്തേക്കും സീൻ പറയുന്നത് ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അവിടെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അസിസ്റ്റൻസിനോട് ഇങ്ങോട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കറക്റ്റ് സ്ഥലത്ത് തന്നെ എത്തിയെന്ന് പറയുമ്പോഴത്തേക്കും അവരോട് പറയുന്നുണ്ട് മാംഗ്ലിയാണ് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞത്, അവർക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ അതുകൊണ്ട് തന്നെ ആ വീട്ടിലേക്ക് വരണമെന്ന് മാംഗ്ലി പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നതെന്ന് പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും തന്നെ നമ്മുടെ മാംഗ്ലിനെ ഭയങ്കരമായിട്ട് പുകഴ്ത്താണ് കേട്ടോ ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മുടെ ടിയാനാണെങ്കിൽ ലിങ്ഷനെ കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മുടെ സീങ്ങിനാണെന്നുണ്ടെങ്കിൽ മാംഗ്ലിയോട് ചെറിയൊരു നോട്ടമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് എന്താണ് മിങ്ഷ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മാംഗ്ലി പറയും ഞാൻ ഇനി അവളെ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സീങ് അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം ഇവർ രണ്ടാളും കൂടി ഇനി പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പുരുഷനോടെ വീണടപ്പുണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നീ എന്തൊരു ദ്രോഹിയാടാ, നിനക്ക് എങ്ങനെ ഇതിനൊക്കെ സാധിച്ചു എന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലിങ്ഷ് പറയുന്നുണ്ട്, നീ ആ ഒരു ചീത്ത ആൾക്കാരുടെ ഒപ്പം കൂടിയിട്ട് നീയും അങ്ങനെ ആയതാണല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനെ പറയും, അതെ, എനിക്ക് ആ ചീത്ത ശക്തി തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എനിക്ക് എൻ്റെ മിങ്ഷിന് ഒരുപാട് കാലം കലമുലകത്തിൽ ജീവിക്കാൻ സാധിക്കില്ല, അപ്പം ചീത്ത ശക്തി എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാവരെയും ഇങ്ങനെ ഉറക്കി കിടത്താനായിട്ട് സഹായിച്ചതെന്നൊക്കെ എന്നെ പറയും. അപ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, ആ പൂജാരിക്ക് എന്താ സംഭവിച്ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ മിങ്ഷ അവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ആ പുരുഷൻ ഇങ്ങനെ പറയുന്നുണ്ട്, ആ പൂജാരിക്ക് മിങ്ഷന്റെ മേലിലൊരു അതുകൊണ്ടാണ് അവൻ്റെ ഒരു കണ്ണ് ഞാൻ ഇല്ലാതാക്കിയതും അവനെ ദ്രോഹിക്കാൻ തുടങ്ങിയതും. പിന്നീട് അവനെ ഞാൻ യൂസ് ചെയ്യായിരുന്നു ഇങ്ങനെ പറയുമ്പോഴത്തേക്കും മിങ്ഷ പറയും, നീ ഇത്ര കഥമ്പതിച്ച് പോയവനാണല്ലോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ആ പുരുഷൻ പറയുന്നുണ്ട്, എല്ലാം ഞാൻ നിനക്ക് വേണ്ടിയാ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ച് വെക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർ അവിടെ നിന്ന് മാറി നിൽക്കാണ്ടോ ചെയ്യുന്നത്. ആ പുരുഷൻ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഭ്രാന്തമായ സ്നേഹമാണ്, എനിക്ക് നിന്നെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടിയെന്നൊക്കെ നമ്മുടെ മിങ്ഷനോട് ആ പുരുഷൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മിങ്ഷ പറയും, എൻ്റെ അച്ഛനെയും അമ്മയും നീയല്ലേ കൊന്നെന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുള്ള കത്തി ഉപയോഗിച്ചിട്ട് അവനെ കുത്താണ്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആ പുരുഷൻ പറയുന്നുണ്ട്, നീ അത്രയും ചീത്തകളല്ല, നിനക്ക് നല്ല മനസ്സുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ മരിച്ചു വരാൻ തയ്യാറാണെന്നൊക്കെ എന്നെ പറയുമ്പോഴത്തേക്കും അവിടെയുള്ള മന്ത്രങ്ങളൊക്കെ മാറിയിട്ട് അവളെ പൂ പോലെ അവരുടെ മേത്തേക്ക് എന്നെ വന്ന് വീയാണ് കേട്ടോ. അവർ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പൂക്കളില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മിങ്ഷ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ വിട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല, പക്ഷെ ഇങ്ങനെയുള്ളവനെ കൂടി എനിക്കിനി ജീവിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ആ കത്തി ഉപയോഗിച്ചിട്ട് അവളിനെ നെഞ്ചിൽ കുത്തിയിട്ട് അവളിങ്ങനെ വീണ് പോകുന്നുണ്ട്. അതേസമയം തന്നെ ഇവരെല്ലാവരും കൂടി ഇവരെ രണ്ടുപേരെയും ആ വീണ്ടും ആക്കിയിട്ട് അവരിനെ അടച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇവർ രണ്ടാളും കൂടി അവിടെ ഇങ്ങനെ മരിച്ചു വീഴുന്നത് കാണിക്കുന്നത്. ഇതോടെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.